ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യണതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ അതിന് എൻ്റെ ഡയറിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എന്തൊക്കെ വേണം എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക ചെയ്തത്. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി എളുപ്പത്തിന് അതിൽ നിന്ന് സോർട്ട് ചെയ്തിട്ട് ഫോണിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ളതൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചു. അപ്പം നമ്മൾ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചത് കൂടെ തന്നെ വെക്കുക. എന്നിട്ട് ഇതിൽ എല്ലാം ഇല്ലേ നമുക്ക് കറക്റ്റായിട്ട് അപ്പം ചെക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലത്തെ റെക്കോർഡ്സും കാര്യങ്ങളുമാണ്. അപ്പോൾ ഞാൻ 3 മാസം കുവൈറ്റിലും ബാക്കി ഉള്ളത് നാട്ടിലും, പിന്നെ അത് കഴിഞ്ഞിട്ട് 8ാം മാസം തൊട്ടിട്ട് വീണ്ടും കുവൈറ്റിൽ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ 2 സെറ്റ് റെക്കോർഡായിട്ടാണ് വെച്ചിരിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ ഞാൻ കുവൈറ്റിലാണ് കാണിക്കുന്നത്, ഹോസ്പിറ്റലിൽ കാണിക്കുന്നത്. എൻ്റെ ഡെലിവറി ഒക്കെ കുവൈറ്റിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ അപ്പം ഞാൻ ഇത് നമ്മുടെ നോർമൽ പ്രൂഫുകളാണ് എന്ന് വെച്ചാൽ പാസ്പോർട്ടും അങ്ങനത്തെ നമ്മുടെ സിവിൽ ഐ ഡി അങ്ങനത്തെ ഇവിടുത്തെ കുറച്ച് പ്രൂഫുകളും കുറച്ച് മാസ്കും കാര്യങ്ങളുമാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ നോർമൽ കുവൈറ്റിലത്തെ ഹോസ്പിറ്റൽ ഡോക്യുമെന്റ്സ് ആണ്. നാട്ടിൽ ഉപയോഗിച്ചിരുന്ന ബാക്കി ഡോക്യുമെന്റ്സും. അങ്ങനെ നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം ആദ്യം സെറ്റാക്കി വെക്കുക. അപ്പൊ നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ വെച്ച ശേഷം പിന്നീട് ഞാനൊരു കാലി കവർ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലോ വെച്ചിട്ട് വെറുതെ ബാഗിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് കുട്ടീനെ കിടത്താനൊക്കെ ഉപയോഗിക്കണത്. ഇത് ആവശ്യം വരുമെന്ന് എനിക്ക് അറിയില്ല, ഞാൻ ജസ്റ്റ് ആവശ്യം വന്നാലോ വെച്ചിട്ട് ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. കുട്ടീനൊക്കെ കിടത്തണ ഒരു ബാഗ് മാതിരി ഒരു സംഭവം, അതും ഇതിന്റെ കൂടെ വെക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമുക്ക് പേഴ്സണലായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളാണ് ആക്സസറീസ് ഒക്കെ ആയിട്ട് വെക്കുന്നത്. ഇപ്പോൾ ഞാൻ ചീർപ്പാണിച്ചെങ്കിലോ അതുപോലെ കുളി കഴിഞ്ഞിടുന്ന രാസ്നാദി, നാട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ കൺവെൻഷനൊക്കെ യൂസ് ചെയ്യും. ഇവിടെ വേണമെന്നൊന്നുമില്ല, എന്നാലും ഞാൻ വെറുതെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ലാസ്റ്റ് ആയിട്ട് തലവേദനയൊക്കെ ഉണ്ടായിരുന്നു ലാസ്റ്റ് മന്ത് 9th. അപ്പം ഞാനൊരു വിക്സും കുറച്ച് ബഡ്സ് അതുപോലെ നെയിൽ കട്ടർ അങ്ങനെയുള്ള അല്ലറ ചില്ലറ സാധനങ്ങൾ നമുക്ക് വേണ്ടത് വെക്കുന്നുണ്ട്. സാനിറ്റൈസറും നിർബന്ധമായിട്ട് കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വെളിച്ചെണ്ണ, അതുപോലെ ഹാൻഡ് വാഷ്, നമുക്ക് കുളിക്കാനുള്ള ഒരു ഡെറ്റോളിൻ്റെ സോപ്പ്, ഫേസ് വാഷ്, അതുപോലെ ബേബിയുടെ അവീനൻ്റെ ഒരു ബോഡി ലോഷൻ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഇനിയിപ്പോൾ അവിടെ പോയപ്പോൾ തന്നെ ഉപയോഗിച്ച് തുടങ്ങുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല, അതുകൊണ്ട് കയ്യിൽ വെക്കുന്നുണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റൊക്കെ അനുസരിച്ചിട്ട് ചേഞ്ചൊക്കെ വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങനത്തെയൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ബേബീനെ കുളിപ്പിക്കാനൊക്കെ ടെഡി ബാറിന്റെ സോപ്പാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതുപോലെ അവിനന്റെ ബോഡി ലോഷൻ, അതുപോലെ ഷാംപൂ ഒക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അത് ബേബിയുടെ നെയില് ഹെയർ ഒക്കെ ചീന്താനും ഒക്കെ ആയിട്ട് ലുലാമ്പിന്റെ വാങ്ങിയതാണ്. പിന്നെ ബ്രസ്റ്റ് പമ്പിന്റെ വാങ്ങിയിട്ടുണ്ട്, എന്തെങ്കിലും ആവശ്യം വന്നാലോ വെച്ചിട്ടാണ്. അതുപോലെ കംഫോർട്ടിന്റെ ബേബിയുടെ ക്ലോത്ത് ഒക്കെ കഴുകണതും വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ഈ സാധനങ്ങളൊന്നും ഇപ്പം നമുക്ക് കൊണ്ടുപോകേണ്ട ഹോസ്പിറ്റൽ ബാഗിൽ പാക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഇതൊന്നും ഇപ്പം ഞാൻ ഈ ബാഗിൽ വെക്കുന്നില്ല, ഇത് മാറ്റി വെക്കുകയാണ്. അടുത്തത് നമ്മുടെ ചാർജർ, നമ്മുടെ ഹെഡ്സെറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ ബ്രഷ്, പേസ്റ്റ് അങ്ങനെയുള്ളതൊക്കെ എടുത്തു വെച്ചു. ഇത്രയും സാധനങ്ങളോട് എൻ്റെ ഒരു ബാഗിൽ നിന്ന് സെറ്റ് ചെയ്ത് വെച്ചു. ഇനി അടുത്തായിട്ട് നമ്മൾ ബേബിക്ക് വേണ്ട സാധനങ്ങളാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൽ ആദ്യം തന്നെ ഞാനൊരു തോർത്താണ് വെക്കുന്നത്, ചെറിയൊരു ബേബിയുടെ സോഫ്റ്റ് തോർത്താണ് കേട്ടോ. അപ്പോൾ അത് വെച്ചു. നമുക്ക് ഇവിടുത്തെ ഇത് അന്വേഷിച്ചപ്പോൾ പൊക്കിൾക്കൊടിയൊക്കെ കട്ട് ചെയ്ത ശേഷം അത് പൊക്കിൾക്കൊടി ചാടി കഴിഞ്ഞിട്ടൊക്കെ കുളിപ്പിക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ കുളിപ്പിക്കലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലും വെച്ചിട്ട് ഒരു തോർത്ത് വെച്ചു, അത്രേ ഉള്ളൂ. പിന്നെ ബേബിക്കായിട്ട് ഒരു 6 കൂട്ട് ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. ഇതിൽ ഫുൾ കവർ ചെയ്തിട്ടുള്ള ഡ്രസ്സും ഉണ്ട്, ഷോർട്ടും ഉണ്ട്. ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പൊ ചൂട് പുറത്ത് വരുന്നുണ്ട്, പക്ഷെ എന്നാലും AC ഒക്കെ ഇടണോണ്ട് അധികം തണുപ്പായിരിക്കും. അതുകൊണ്ട് നമ്മൾ 2 ടൈപ്പ് ഡ്രസ്സും വെച്ചിട്ടുണ്ട്. അങ്ങനെ 6 ജോഡി ഡ്രസ്സ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ക്വിക്ക് ഡ്രൈ ഷീറ്റ് ഒരെണ്ണം വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ബേബീനെ റിസീവ് ചെയ്യാനുള്ള റിസീവിങ് ബ്ലാങ്കറ്റ് ആണ് വെക്കുന്നത്. ഒരെണ്ണം തന്നെ ഞാൻ എടുക്കണുള്ളൂ കേട്ടോ. ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റിസീവിങ് ബ്ലാങ്കറ്റ് ആണത്. അത് ഞാൻ അതിൽ വെക്കുന്നത്. അടുത്തത് ഒരു 3 ഫേസ് ടവൽ വെക്കുന്നുണ്ട്. അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തരം ക്ലോത്ത് ആയിട്ട് ചെയ്തതാണ്.
ടർക്കി മാതിരിയൊക്കെ തോന്നുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. അങ്ങനത്തെ 3 എണ്ണം കുട്ടിയുടെ ഫേസും കൈകളും അങ്ങനത്തെയൊക്കെ തുടച്ചു കൊടുക്കാനും ഒക്കെ നമുക്ക് ഉപകാരപ്പെടും. അപ്പം ഞാനൊരു 3 എണ്ണം എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ക്യാപ്പും അതുപോലെ മിറ്റൻസും സോക്സും വെക്കുന്നുണ്ട്. ഇനി നമ്മൾ അർജന്റായിട്ട് ബേബിക്ക് ക്ലോത്തിൻ്റെ ഒക്കെ കൂടെ നമ്മൾ കൊണ്ടുവേണ്ട മെയിൻ സാധനത്തിൽ ഒന്നെന്ന് പറയുന്നത് ഞാൻ സിബാമെഡിൻ്റെ ആണ് വാങ്ങിച്ചിട്ടുണ്ട്. ഡയപ്പർ റാഷ് ക്രീമാണ്. ഇവിടെയൊക്കെ നമുക്ക് നാട്ടിലൊക്കെ പറയുമ്പോൾ നമ്മൾ കോട്ടൻ്റെ ഒക്കെ തുണിയും ഒക്കെ വെച്ചിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഇവിടെ അത് നടക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഡയപ്പറൊക്കെ ഇടിയിപ്പിക്കുമ്പോൾ അധികം ഇങ്ങനത്തെ റാഷസ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു റാഷസ് ക്രീം വാങ്ങിച്ചതും പിന്നെ പാമ്പേഴ്സിൻ്റെ പ്രീമിയം കെയർ ആയിട്ടുള്ള കോട്ടൺ സോഫ്റ്റ്നെസ് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് എടുക്കുന്നത്. ഇത് പാമ്പേഴ്സിൻ്റെ ആണ്. ഇതിൽ നമുക്ക് എല്ലാം ഒന്നും ഇത്ര തോനെയൊന്നും നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ഞാൻ സെപ്പറേറ്റ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ കൊണ്ടുപോകാൻ എടുക്കുന്നത്. ഇനി നമ്മൾ വൈപ്സ് ആണ് വെക്കുന്നത്. ഞാൻ മദർസ് പാച്ചിൻ്റെ പ്യുവർ വാട്ടറാണ് 99% പ്യുവർ വാട്ടറിൻ്റെ ആണ് എടുക്കുന്നത്. ഒരു പാക്ക് എടുക്കുന്നുള്ളൂ. പിന്നെ ഒരു തെർമോമീറ്റർ എടുക്കുന്നുണ്ട്. ഇത് ഡിജിറ്റൽ തെർമോമീറ്റർ ആണ്. അഥവാ നമുക്ക് അവിടെ ആശുപത്രിയിലാകുമ്പോൾ ആവശ്യമില്ല, എന്നാലും കയ്യിൽ കരുതണമെന്നുള്ളൂ. ഒരു ടിഷ്യൂവിൻ്റെ ബോക്സും കൂടി ഇതിൽ കരുതുന്നുണ്ട്, എന്തെങ്കിലും ഒരു ആവശ്യം വന്നാലും എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ബേബിയുടെ നമ്മൾ ലോക്ക് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്ത് അടുത്തത് ഇനി മദറിനുള്ളതെന്ന് വെച്ചാൽ എനിക്കുള്ള സാധനങ്ങളാണ് ഇനി വെക്കാൻ പോകുന്നത്. ആദ്യം തന്നെ 2 തോർത്ത് വെക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ പാൻറ്റീസും കാര്യങ്ങളൊക്കെ. പാൻറ്റീസ് ഞാനൊരു 3 അങ്ങനത്തെ കണക്കിനാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ ഒരു 3 മാക്സി എടുത്തിട്ടുണ്ട്. അത് ഫ്രണ്ടിൽ 2 സൈഡിലും സിബ് വരുന്ന പോലത്തെയാണ് ഫീഡിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. ഇനി ബാക്കി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരിക്കാമല്ലോ. അപ്പോൾ അത് കാരണം കണ്ടമാനം ഒന്നും എടുക്കണില്ല. പിന്നെ ഞാനൊരു പാൻറ്റും അതുപോലെ ഒരു പെയർ സോക്സും വെക്കുന്നുണ്ട്. തണുപ്പിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് വെച്ചെങ്കിൽ അപ്പോൾ അതിനും കവർ ചെയ്ത് വെക്കാമല്ലോ വെച്ചിട്ടാണ്. പിന്നെ ന്യൂ മോംസിൻ്റെ മെറ്റർനിറ്റി സാനിറ്ററി പാഡ് ഒരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്, അതും വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് അഡീഷണൽ പാഡുകൾ അതിൽ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കാരണവശാൽ ബ്ലീഡിങ് നല്ല ഉണ്ടെച്ചെങ്കിൽ അപ്പം നമുക്ക് ഉപകാരപ്പെടും. ഇനി നമ്മൾ ഈ സാധനങ്ങൾ വെച്ചതൊക്കെ ഓക്കെ അല്ലേ എന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. ഞാനതൊക്കെ ഓക്കെയാണ്, എല്ലാം വെച്ചിട്ടുണ്ടെന്ന് കൺഫേം ചെയ്തു. എന്നിട്ട് നമ്മുടെ പെട്ടിപ്പം എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളെ ഞാൻ കൊണ്ടുപോകാൻ വെക്കുന്നുള്ളൂ. അത് ഹോസ്പിറ്റൽ ബാഗിനായിട്ട് ഈ പെട്ടിയാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അതുപോലെ ഒരു ബാഗിലും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ഞാൻ കൊണ്ടുപോകണുള്ളൂ ഹോസ്പിറ്റലിലേക്ക്. പിന്നെ പോലെ തന്നെ അഡീഷണൽ ആയിട്ട് ഞാൻ എൻ്റെ ഡ്രസ്സും അതുപോലെ ബേബിയുടെ ഡ്രസ്സുമായിട്ട് ഒരു ബാഗും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കാരണവശാൽ അധികം ഡ്രസ്സോ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാലോ വെച്ചിട്ട് സെപ്പറേറ്റ് പാക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഹസ്ബൻഡിനും അമ്മയ്ക്കും ആർക്കെങ്കിലും കൊണ്ടുതരാമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇത് ഞാൻ കൊണ്ടുപോകണില്ല, അധികമായിട്ട് വെക്കണമെന്ന് മാത്രം. ഇത്രയും കാര്യങ്ങളോട് കൂടിയിട്ട് എൻ്റെ ബാഗ് പാക്കിങ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.